SCRT ബേസിക് സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു ഓഡിയോ ക്ലാസ്സാണ്. ഇന്നത്തെ ഓഡിയോയിൽ 9ാം ക്ലാസ്സിലെ ചലനവും ചലന നിയമങ്ങളും ഗുരുത്വാകർഷണം എന്നീ ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ബലം ഒരു ഡേഷ് അളവാണ്. ബലം ഒരു സദിശ അളവാണ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 എങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം അറിയപ്പെടുന്നത് സന്തുലിത ബലം. പരിണിത ബലം 0 എങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം അറിയപ്പെടുന്നത് സന്തുലിത ബലം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നതിന് കാരണമായ ബലം ഏതാണ്? അസന്തുലിത ബലം. അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിവില്ലാത്ത ബലമാണ് ഇത് സന്തുലിത ബലം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നതിന് കാരണമായ ബലമാണ് അസന്തുലിത ബലം. സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേരനുപാതത്തിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേരനുപാതത്തിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു. ഇതാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം. അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ 2ാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഗലീലിയോ ഗലീലി രചിച്ച ആദ്യ ശാസ്ത്ര പുസ്തകമാണ് ദ ലിറ്റിൽ ബാലൻസ്. ഏതാണ്? ദ ലിറ്റിൽ ബാലൻസ്. സ്റ്റാരി മെസഞ്ചർ, ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റർ ഓൺ സൺസ്പോട്ട്സ് തുടങ്ങിയ പുസ്തകങ്ങൾ രചിച്ചത് ഗലീലിയോ ഗലീലി. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. ഉദാഹരണം, ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ അറിയപ്പെടുന്നത് നിശ്ചല ജഡത്വം. ഉദാഹരണം, മാവിൻ്റെ കൊമ്പ് കുലുങ്ങുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നു. ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു? ജഡത്വം കൂടുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ആക്കം ഒരു ഡേഷ് അളവാണ്. ആക്കം ഒരു സദിശ അളവാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ആക്കം ഈക്വൽ മാസ് ഇൻറ്റു പ്രവേഗം. ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗം. ആവേഗം ഈക്വൽ ബലം ഇൻറ്റു സമയം. ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ആക്ക സംരക്ഷണ നിയമം. ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ആക്ക സംരക്ഷണ നിയമം. ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. വർത്തുള ചലനത്തിലുള്ള വസ്തുവിന്
ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാകാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് എവിടെയാണ്? വൃത്തകേന്ദ്രത്തിലേക്ക്. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത്തരം ചലനം അറിയപ്പെടുന്നത് സമവർത്തുള ചലനം. പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം ഏതുതരം ചലനമാണ്? സമവർത്തുള ചലനം. ഭൂമിയുടെ ആകൃതി ഗോളാകൃതി. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ഗുരുത്വാകർഷണം. ഭൂഗുരുത്വ ബലം ഒരു ഡേഷ് അളവാണ്, സദിശ അളവാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് മാസ്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിൻ്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം. ഭൂമിയിലുള്ള വസ്തുക്കളുടെ നില നിവർന്നതോ തലകീഴായതോ എന്ന് തീരുമാനിക്കുന്നത് ഭൂഗുരുത്വ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. അവ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീതാനുപാതത്തിലുമായിരിക്കും. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് ഐസക് ന്യൂട്ടൻ. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടൻ. ജൊഹാനസ് കെപ്ലറുടെ ചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വ്യുൽക്രമവർഗ നിയമം വിശദീകരിച്ചത് ഐസക് ന്യൂട്ടൻ. അപ്പോൾ ഐസക് ന്യൂട്ടൻ എന്തൊക്കെയാണ് ചെയ്തത്? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചു. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ചു. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചു. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര മേഖല രൂപകൽപ്പന ചെയ്തു. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജൊഹാനസ് കെപ്ലറുടെ ചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വ്യുൽക്രമ വർഗ നിയമം വിശദീകരിച്ചത് ഐസക് ന്യൂട്ടൻ. സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇതാണ് കെപ്ലറുടെ ഒന്നാം നിയമം. ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യമായതിനാൽ തുല്യ പരപ്പളവ് കടന്നുപോകുന്നു. ഇതാണ് കെപ്ലറുടെ രണ്ടാം ചലന നിയമം. ഗ്രഹങ്ങളുടെ പരിക്രമണ വേഗത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും. ഇതാണ് കെപ്ലറുടെ മൂന്നാം ചലന നിയമം. പ്രപഞ്ചത്തിൽ പലവിധ ബലങ്ങളുണ്ട്. അവയെ രണ്ടായി തിരിക്കാം. ഏതൊക്കെയാണ്? സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും. സമ്പർക്ക ബലങ്ങൾ ഏതൊക്കെയാണ്? ഡിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം ഇവയെല്ലാം സമ്പർക്ക ബലങ്ങളാണ്. സമ്പർക്കരഹിത ബലമാണ് ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, വൈദ്യുത കാന്തിക ഗുരുത്വാകർഷണ ബലം. ഏതൊക്കെയാണ്? സമ്പർക്കരഹിത ബലങ്ങളാണ് ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം എന്നിവ. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലമാണ് ന്യൂക്ലിയർ ബലം. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? അത് ഗുരുത്വാകർഷണ ബലമാണ്. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെയായിരിക്കും. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുമ്പോഴാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ.
ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഭൂമി കുഴിച്ചു പോകുമ്പോഴും ഗുരുത്വാകർഷണ ബലം കുറയുകയാണ് ചെയ്യുന്നത്. ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ അതിന് അനുഭവപ്പെടുന്ന ഭൂഗുരുത്വാകർഷണ ബലം 0. ഗ്രഹങ്ങൾ സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്കു ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും അവയെ പരിക്രമണപാതയിൽ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഗ്രഹങ്ങൾ സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും അവയെ പരിക്രമണ പാതയിൽ നിർത്തുന്നതിനാവശ്യമായ ബലമാണ് ഭൂഗുരുത്വ ബലം. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്രബലം നൽകുന്നത് സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്രബലം നൽകുന്നത് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്രബലം നൽകുന്നത് സൂര്യനിൽ നിന്നുള്ള ഭൂഗുരുത്വാകർഷണ ബലമാണ്. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്രബലം നൽകുന്നത് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. ഒരു വസ്തുവിനെ ഭൂമി തൻ്റെ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. ഭാരത്തിൻ്റെ SI യൂണിറ്റ് ന്യൂക്ലിയർ പെർ കിലോഗ്രാം ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഭാരത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ കിലോഗ്രാം വെയിറ്റ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ്. ഭാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ത്രാസ്. ഭൂമിയുടെ ഓരോ ഗ്രഹത്തിലെയും ഭാരത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ്. ഭാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ത്രാസ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ത്വരണം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ഏകദേശം. അപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂമിയുടെ ഏത് ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് ഒരു വസ്തുവിനെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? ധ്രുവങ്ങളിൽ. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭാരം. അതിൽ തന്നെ ധ്രുവങ്ങളിൽ വയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചാൽ വസ്തുവിൻ്റെ ഭാഗമാണ് 0. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതറിയപ്പെടുന്നത് നിർബാധ പതനം. ജയൻ വീലർ താഴേക്ക് വരുമ്പോൾ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം ജയൻ വീശി നിർബാധം പതിക്കുന്നതിനാൽ നമ്മളിൽ പ്രതിബലം പ്രയോഗിക്കാൻ കഴിയുന്നില്ല. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ 2 പാഠഭാഗങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.